ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു വലിപ്പമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം മുറിച്ചെടുത്ത ഭാഗത്തിൽ ഇതുപോലെ കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആണ് കിട്ടേണ്ടത്. നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി മാങ്ങ എടുക്കുന്ന സമയത്ത് അധികം പുളിയുള്ളതും അതുപോലെ നാരുകളുള്ള മാങ്ങ എടുക്കാൻ പാടില്ല. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പാൽ കൊണ്ടുള്ള ഐസ് ക്യൂബ്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പാൽ കൊണ്ടുള്ള ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ല ക്രീമി രൂപത്തിൽ ഇത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്ങാ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് മാങ്ങാ കഷ്ണങ്ങൾ കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 6 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 5-10 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് കിട്ടില്ല, ഉറച്ചിരിക്കും. വളരെ നല്ല ക്രീമി ആയിട്ടും നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. നമ്മൾ പുറത്തുനിന്ന് ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല രുചിയിൽ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഐസ്ക്രീം തണുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂപ്പ് ചെയ്തിട്ട് ഓരോ ബൗളിലേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.